ഹായ് എവ്രി വൺ, കെമിസ്ട്രി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 21 നടക്കാനിരിക്കുന്ന JLA എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. JLAയുടെ സിലബസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 4 മൈക്രോബയോളജിയുടെ ടോപ്പിക് വൈസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ കണക്റ്റഡ് ഫാക്ട്സ് കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും ലഭിക്കുന്നതാണ്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്നതുമായിരിക്കും. പഠിക്കാനുള്ള ടോപ്പിക് ഓരോ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് റിവൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. JLAയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ആഗ്രഹിക്കുന്നവർക്ക് കെമിസ്ട്രി ടിപ്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് സിലബസിൽ പറഞ്ഞ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 4ലാണ് മൈക്രോബയോളജി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൊഡ്യൂൾ 4ന് 12 മാർക്സ് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ മൈക്രോബയോളജി പോർഷന് 5 മാർക്സ് ആണ്. പക്ഷെ 5 മാർക്കാണെന്ന് കരുതിയിട്ട് അത് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്നതെന്നല്ല. അത്യാവശ്യം നല്ല ടോപ്പിക്കുകൾ തന്നെയാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി ആധാരമാക്കി ബാക്ടീരിയാസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. സെക്കൻഡ് വൺ, സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്. സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫിസിക്കൽ മെത്തേഡ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് എയർ ഓവൻ ആൻഡ് ഓട്ടോക്ലേവ് ആണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ ഡിസ്ഇൻഫെക്ടൻസ് ആൻഡ് ആന്റിസെപ്റ്റിക്സ്. ദെൻ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസംസിനെ ഗ്രോ ചെയ്യിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയാസ് ആണ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളുമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത് കൾച്ചർ മെത്തേഡ്സ് ആണ്. എങ്ങനെയാണ് ഓർഗാനിസംസിനെ കൾച്ചർ ചെയ്തെടുക്കുക എന്നുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ഒരു ബാക്ടീരിയയെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ് എന്ന് അറിയുന്നതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉൾപ്പെടുന്ന ടോപ്പിക്കാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. അത് കഴിഞ്ഞ് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് മോട്ടിലിറ്റി, സ്റ്റെയിനിങ് എന്നിവയാണ്. സ്റ്റെയിനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ, AFB സ്റ്റെയിൻ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിറ്റക്ഷൻ ഓഫ് മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഓർഗാനിസംസിന്റെ, അതായത് ഈ ബാക്ടീരിയയുടെ മോട്ടിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ദെൻ ബയോകെമിക്കൽ ടെസ്റ്റിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ് ഇംവിക് ടെസ്റ്റ്. ആ ഇംവിക് ടെസ്റ്റും കൂടാതെ ഓക്സിഡേസ്, കൊയാഗുലേസ്, കാറ്റലേസ് എന്നീ ടെസ്റ്റുകൾ കൂടി സിലബസിൽ വരുന്നുണ്ട്. അടുത്തത് സിറോളജിക്കൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അഗ്ലൂറ്റിനേഷൻ ടെസ്റ്റ്, വൈഡാൽ ടെസ്റ്റ്, പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് സിറോളജിക്കൽ ടെക്നിക്സ്. ഇതൊക്കെ മെയിൻലി ഇമ്മ്യൂണോളജി പോർഷനാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ. ഓരോ ടോപ്പിക്കും ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡേ 1 നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഇൻവെന്റർ ഓർ ഫാദർ ഇൻ മൈക്രോബയോളജി. 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നും ഇത്രയും സയന്റിസ്റ്റുകളുടെ പേരും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത്. പേടിക്കണ്ട. അതായത് സിലബസിലും ഇങ്ങനെ ഒരു ടോപ്പിക് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് വരുന്നതാണ്. പക്ഷെ ഏതൊരു എക്സാം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഇൻവെന്റേഴ്സ് അല്ലെങ്കിൽ ഫാദർ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് ഓർത്തു വെക്കാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. മുന്നോട്ട് വരുന്ന വീഡിയോകളിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മളൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് അതിൽ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ തരും. കൂടാതെ ഇതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് പുറമേയുള്ള ഇതുപോലുള്ള ഇൻവെന്റേഴ്സിനെയും ഫാദറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ തരുന്നതായിരിക്കും. മറന്നു പോകുന്നുള്ള ഒരു ടെൻഷൻ ആർക്കും വേണ്ട. കാരണം നമ്മളിത് റിവൈസ് ചെയ്യും. ഓരോ വീഡിയോയിലും ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓർത്തെടുക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. So, our first question is, who is the father of microbiology? മൈക്രോബയോളജിയുടെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: റോബർട്ട് കോച്ച്, ലൂയിസ് പാസ്റ്റർ, ആന്റൺ വാൻ ല്യൂവൻഹുക്ക് ആൻഡ് ജോസഫ് ലിസ്റ്റർ. The answer is ലൂയിസ് പാസ്റ്റർ. അപ്പോൾ ഓപ്ഷനിലുള്ള ബാക്കിയുള്ളവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വിശേഷണങ്ങളും അവരുടേതായിട്ടുള്ള ഇൻവെൻഷൻസും ഒക്കെ ഉണ്ട്. അത് നമ്മൾ വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ ലൂയിസ് പാസ്റ്ററെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ലൂയിസ് പാസ്റ്റർ ആണ് ഫാദർ ഓഫ് മൈക്രോബയോളജി. ലൂയിസ് പാസ്റ്ററിനെ തന്നെ
ബുക്സുകളിലും ചില റെഫറൻസിലൊക്കെ നമുക്ക് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നുകൂടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഫാദർ ഓഫ് മൈക്രോബയോളജി ആന്റൺ ലൂവൻ ഹുക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട് ബുക്സുകളിൽ. പക്ഷെ PSC ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നതിന് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ലൂയിസ് പാസ്റ്റർ തന്നെയാണ്. ലൂയിസ് പാസ്റ്റർ വാസ് എ ഫ്രഞ്ച് കെമിസ്റ്റ് ആൻഡ് മൈക്രോബയോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഡിസ്കവറീസ് എന്തൊക്കെയാണ്? ഹി ഡിസ്കവേർഡ് പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ, മൈക്രോബിയൽ ഫെർമെന്റേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ. ഏതൊക്കെയാണ്? വാക്സിനേഷൻ, മൈക്രോബിയൽ ഫെർമെന്റേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ. കൂടാതെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസ്പ്രൂവ് ചെയ്തതും ആരാണ്? പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ ഡിസ്പ്രൂവ് ദ കൺസെപ്റ്റ് ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. ഇത്രയൊക്കെയാണ് ലൂയിസ് പാസ്റ്റർ മൈക്രോബയോളജിക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഇൻവെന്റർ ഓഫ് മൈക്രോസ്കോപ്പ്? ഓപ്ഷൻസ്: ടിൻഡാൽ, ആന്റൺ വാൻ ലൂവൻഹുക്ക്, ജോസഫ് ലിസ്റ്റർ ആൻഡ് റോബർട്ട് കോച്ച്. The answer is Anton van Leeuwenhoek. Who is Anton van Leeuwenhoek? നമുക്ക് നോക്കാം ആന്റൺ വാൻ ലൂവൻഹുക്കിനെ കുറിച്ചിട്ട്. ആന്റൺ വാൻ ലൂവൻഹുക്ക് is the inventor of microscope and he discovered the invisible world of microorganisms. മൈക്രോഓർഗാനിസംസിനെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ആരാണ്? ആന്റൺ വാൻ ലൂവൻഹുക്ക് ആണ്. അതിന് അദ്ദേഹം നൽകിയ പേരായിരുന്നു എന്ത്? ആനിമൽ ക്യൂൾസ്. എന്താണ്? ആനിമൽ ക്യൂൾസ് എന്ന പേര് കൂടി അദ്ദേഹം അവയ്ക്ക് നൽകി. The third question is who among the following is the father of bacteriology? Options: Robert Koch, Joseph Lister, Tyndall and Robert Hooke. And the answer is Robert Koch. Robert Koch is known as the father of bacteriology and founder of modern bacteriology. He discovered Bacillus anthracis. Bacillus anthracis is the causative agent of anthrax disease of cattle. Also, he discovered Mycobacterium tuberculosis. Mycobacterium tuberculosis is the causative agent of tuberculosis. And Vibrio cholerae was also discovered by him. It is the causative agent of cholera. അപ്പോൾ എന്തൊക്കെയാണ്? ഫാദർ ഓഫ് ബാക്ടീരിയോളജി, ഫൗണ്ടർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി, കൂടാതെ എന്താ പറഞ്ഞ? ഹി ഡിസ്കവേർഡ് ബാസിലസ് ആന്ത്രാസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആൻഡ് വിബ്രിയോ കോളറെ. ഹി പ്രൂവ്ഡ് ദാറ്റ് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ഡിസീസ്. മൈക്രോ ഓർഗാനിസംസ് പർട്ടിക്കുലർ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്തത് ആരാണ്? റോബർട്ട് കോച്ച് ആണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് പ്യുവർ കൾച്ചേഴ്സ്. പ്യുവർ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് കോച്ച് ആണ്. റോബർട്ട് കോച്ചിന് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നുണ്ട്. ആ പോസ്റ്റ്ലേറ്റ്സിനെയാണ് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത പോസ്റ്റ്ലേറ്റ്സ് ആണ് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഹെലൻ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്നും പറയുന്നുണ്ട്. ഈ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ, എ സ്പെസിഫിക് ഓർഗാനിസം ഷുഡ് ബി ഫൗണ്ട് കോൺസ്റ്റന്റ്ലി ഇൻ അസോസിയേഷൻ വിത്ത് ദ ഡിസീസ്. ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെസിഫിക് ഓർഗാനിസം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ദെൻ the organism should be isolated and grown in a pure culture in the laboratory. ലാബുകളിൽ വെച്ച് പ്യുവർ കൾച്ചറിൽ ഗ്രോ ചെയ്തിട്ട് നമുക്കൊരു ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം എന്ന് പറയുന്നു. തേർഡ് വൺ, the pure culture when inoculated into a healthy susceptible animal that should produce symptoms or lesions of the same disease. അതായത് നമ്മളൊരു ഓർഗാനിസത്തിനെ ഒരു ഹെൽത്തി സസെപ്റ്റിബിൾ ആനിമലിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ അതിന്റെ ആ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിംറ്റംസും മറ്റും കാണിച്ച് അത് ഡിസീസ് കോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ, ഫ്രം ദ ഇനോക്കുലേറ്റഡ് ആനിമൽ ദ മൈക്രോ ഓർഗാനിസം ഷുഡ് ബി ഐസൊലേറ്റഡ് ഇൻ പ്യുവർ കൾച്ചർ. ആ നമ്മൾ ഏത് ആനിമലിലാണോ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഇനോക്കുലേറ്റ് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് ആ ഓർഗാനിസത്തിനെ isolate ചെയ്തെടുക്കാം. should be isolated in pure culture. And fifth one, an additional criterion introduced is that specific antibodies to the causative organism should be demonstrable in patients' serum. ഇത്രയുമാണ് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്. അതുപോലെ ലൂയിസ് പാസ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാസ്റ്റർ പ്രൂവ്ഡ് ജേം തിയറി ഓഫ് ഡിസീസ് എന്നല്ലേ.
പക്ഷേ ഈ ജേം തിയറി ഓഫ് ഡിസീസ് ഫസ്റ്റ്ലി കൺഫേം ചെയ്തത് ആരാണ്? അത് റോബർട്ട് കോച്ച് ആണ്. റോബർട്ട് കോച്ച് കൺഫേം ദ ജേം തിയറി ഓഫ് ഡിസീസ്. കൂടാതെ ഡിസ്ഇൻഫെക്റ്റൻസിന്റെ എഫിക്കസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോച്ച് ത്രെഡ് മെത്തേഡ് കൂടി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? റോബർട്ട് കോച്ച്. ഏതാണ്? കോച്ച് ത്രെഡ് മെത്തേഡ്. ഇവയ്ക്കൊക്കെ പുറമെ he was regarded as the father of medical microbiology. ഇപ്പോൾ father of bacteriology, founder of modern bacteriology and the father of medical microbiology ആരാണ്? റോബർട്ട് കോച്ച്. കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ആരുടേതാണ്? റോബർട്ട് കോച്ചിൻ്റെതാണ്. കോച്ച് ത്രെഡ് മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് കോച്ച് ആണ്. ഓക്കെ, then fourth question is antiseptic technique was introduced by whom? Options: Louis Pasteur, Christian Gram, Robert Koch and Joseph Lister. The answer is Joseph Lister. Antiseptic technique introduce ചെയ്തത് ജോസഫ് ലിസ്റ്റർ ആണ്. He introduced the use of disinfectant to clean surgical dressings in order to control infection in humans. നമ്മുടെ വൂൺസിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആന്റിസെപ്റ്റിക്സ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആര്? ജോസഫ് ലിസ്റ്റർ. Fifth question, the scientist who coined the term vaccine. Options: Louis Pasteur, Joseph Lister, Alexander Fleming, Christian Gram. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോയിന്റ് വെച്ച് ഓർത്ത് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും? The answer is Louis Pasteur. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലൂയിസ് പാസ്റ്റർ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ കൊണ്ടുവന്നത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പറയുന്നത് അതായിരുന്നു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫെർമെന്റേഷൻ, പാസ്ചറൈസേഷൻ, ഇതൊക്കെ ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. കൂടാതെ ആന്ത്രാക്സ് വാക്സിൻ കൊണ്ടുവന്നത് ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ. ആൻഡ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ ഇസ് staining techniques and methods of bacteria are introduced by whom? സ്റ്റെയിനിങ് ടെക്നിക്സും ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നുള്ള മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻസ്: ക്രിസ്ത്യൻ ഗ്രാം, റോബർട്ട് കോച്ച്, പോൾ എർലിക് ആൻഡ് ലൂയിസ് പാസ്റ്റർ. ദ ആൻസർ ഈസ് റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ചിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഫാദർ ഓഫ് ബാക്ടീരിയോളജി, ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി, ഫൗണ്ടർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി. അതുപോലെ ഇപ്പൊ എന്താണ്? സ്റ്റെയിനിങ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് ഓഫ് ബാക്ടീരിയ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് കോച്ച്. കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. കൂടാതെ കോച്ച് ത്രെഡ് മെത്തേഡ്, അതായത് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് കൊണ്ടുണ്ടായിട്ടുള്ള യൂസസ് ആണ് പറഞ്ഞത്. ഈ സ്റ്റെയിനിങ് ടെക്നിക്സും മെത്തേഡ്സ് ഓഫ് ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. യൂസ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് പാത്തോജനിക് ഓർഗാനിസം, അതുപോലെ തന്നെ പാത്തോജനിക് ആൻഡ് നോൺ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ എന്താണ്? കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓർഗാനിസംസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസിന്റെ ക്ലാസിഫിക്കേഷൻ, to detect the susceptibility or resistance of the laboratory animals. ഓരോ laboratory animals ഓരോ ഓർഗാനിസംസിനെയും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസിനോട് എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന, സസെപ്റ്റിബിൾ ആണോ റെസിസ്റ്റന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ ഈസ് വാക്സിൻ ഫോർ ആന്ത്രാക്സ് വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ഓപ്ഷൻസ്: ലൂയിസ് പാസ്റ്റർ, പോൾ എർലിക്, ജോസഫ് ലിസ്റ്റർ and Tyndall. The answer is Louis Pasteur. The first step towards achieving your dreams is having the right coach. Get the best education with ChemistryTips education and make your chemistry-based exam dreams come true. Download the app now. Eighth question. Differential staining method of bacteria was contributed by dash. Options: Robert Koch, Joseph Lister, Christian Gram and Carey Mullis. The answer is Christian Gram. അതായത് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്, ബാക്ടീരിയയുടെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്? ക്രിസ്ത്യൻ ഗ്രാം ആണ്. നമുക്ക് സിലബസിൽ സ്റ്റെയിനിങ് മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡില് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ദിസ് ഗ്രാം സ്റ്റെയിനിങ് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം. ആരാണ്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ് ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ കൊണ്ടുവന്നത്, ഡെവലപ്പ് ചെയ്തത്. ഓക്കെ,
ഈ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെയിനിങ് മെത്തേഡാണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അതായത് ഒരു ഓർഗാനിസത്തിന്റെ ഒരു പെക്യൂലിയാരിറ്റി എടുത്ത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആസിഡ് ഫസ്റ്റ്, ആസിഡ് നെഗറ്റീവ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ക്രിസ്റ്റ്യൻ ഗ്രാം ആണ്. ക്രിസ്റ്റ്യൻ ഗ്രാം കൊണ്ടുവന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെയിനിങ് മെത്തേഡ് ഏതാണ്? ഗ്രാം സ്റ്റെയിനിങ്. അപ്പൊ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ് എന്നല്ലാതെ ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് ചോദിച്ചാലും അവിടെ ആൻസർ ഏതാണ്? ക്രിസ്റ്റ്യൻ ഗ്രാം, ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം. ഓക്കെ, then 9th question is, concept of chemotherapy was formulated by whom? Options: Paul Ehrlich, Tyndall, Alexander Fleming and Pasteur. The answer is Paul Ehrlich. Paul Ehrlich is the founder of chemotherapy. Chemotherapy ആണ് പോൾ എർലിക്കിന്റെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതർ കോൺട്രിബ്യൂഷൻസ് ഓഫ് stain and staining techniques. That means he developed acid fast staining for Mycobacterium tuberculosis. Mycobacterium tuberculosis ന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ദിസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വാസ് ഡെവലപ്ഡ് ബൈ പോൾ എർലിക്. കൂടാതെ ഇമ്മ്യൂണോളജിയിൽ ഇദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഹി കോൺട്രിബ്യൂട്ടഡ് സിറം റിലേറ്റഡ് റിസർച്ച് ഓൺ immunology. That is, he formulated side chain theory for the immune response in living cells. ലിവിങ് സെൽസിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സൈഡ് ചെയിൻ തിയറി ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? പോൾ എർലിക് ആണ്. അപ്പൊ കീമോതെറാപ്പി, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, സൈഡ് ചെയിൻ തിയറി ഇതൊക്കെ ആരുടേതാണ്? പോൾ എർലിക്കിന്റേതാണ്. The 10th question is, Tyndallization was invented by dash. Options: John Tyndall, Paul Ehrlich, Robert Hooke and Joseph Lister. The answer is John Tyndall. John Tyndall developed the aseptic techniques in the lab. John Tyndallന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ലാബില്, മൈക്രോബയോളജിയില് ലാബില് അസെപ്റ്റിക് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജോൺ ടിൻഡാൽ ആണ്. അതുപോലെ ടിൻഡലൈസേഷൻ ആരുടേതാണ്? ജോൺ ടിൻഡാലിൻ്റെതാണ്. സോ വാട്ട് ഈസ് ടിൻഡലൈസേഷൻ? ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ വിത്ത് ഫ്ലോയിങ് സ്ട്രീം. ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ആണ്. അതായത് 3 സക്സസീവ് ഡേയ്സിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഈ ടിൻഡലൈസേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ റെസിസ്റ്റൻസ് സ്പോർസ് ജെർമിനേറ്റ് ഡ്യൂറിങ് ദ ഇൻക്യുബേഷൻ പീരീഡ്. ടിൻഡലൈസേഷൻ മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ബൈ ഹീറ്റിംഗ് ഇറ്റ് ടു 100 ഡിഗ്രി സെൽഷ്യസ് ഓർ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ഓൺ 3 സക്സസീവ് ഡേയ്സ്. ഇത്രയും ഹീറ്റിൽ 3 ദിവസങ്ങളിൽ, അതായത് 3 സക്സസീവ് ഡേയ്സ് ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണോ അതിന്റെ 3 ദിവസം ആ ഇൻക്യുബേഷൻ പീരീഡ് നടക്കുന്ന ആ 3 ദിവസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് 100 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് സ്പോർസ് ദാറ്റ് ജെർമിനേറ്റ് ഡ്യൂറിങ് ദ ഇൻക്യുബേഷൻ പീരീഡ് on subsequent exposure to heat the vegetative cells will be destroyed. Subsequently നമ്മൾ ഈ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ വെജിറ്റേറ്റീവ് സെൽസ് ഡിസ്ട്രോയ് ആയി പോകും. പക്ഷേ ഈ ഒരു നമ്മൾ ഒരുപാട് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടിൻഡലൈസേഷൻ പ്രോസസ്സിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണിത്. ഇതാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ഓർ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. എത്രയാണ്? 3 സക്സസീവ് ഡേയ്സിലാണ് ടിൻഡലൈസേഷൻ നടത്തുന്നത്. ക്ലിയർ? 11th question is, who among the following first introduced Petri dishes? Petri dishes first introduce ചെയ്തത് ആരാണ്? Options: R.J. Petri, Pasteur, Carey Mullis, Alexander Fleming. The answer is R.J. Petri. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് അല്ലെ? പെട്രി ഡിഷ് കണ്ടുപിടിച്ചത് ആരാണ്? പെട്രി. Okay. The 12th question is, penicillin was discovered by dash. Options: Alexander Fleming, Robert Koch, Robert Hooke and Louis Pasteur. The answer is Alexander Fleming. Alexander Fleming invented penicillin from Penicillium notatum. അതായത് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. ഈ പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്
ആര് പെനിസിലിൻ ഇൻവെന്റ് ചെയ്ത് അല്ലെങ്കിൽ പെനിസിലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്? അലക്സാണ്ടർ ഫ്ലമിംഗ്. അപ്പൊ അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. പെനിസിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് വിച്ച് കിൽസ് ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോബ്സ്. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് അദ്ദേഹം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതൊരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാക്ടീരിയനെ വെച്ചായിരുന്നു അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബാക്ടീരിയ, അതായത് അതിന്റെ ഇൻക്യുബേഷൻ ടൈം കഴിഞ്ഞപ്പോൾ എന്താണ്, ആ ബാക്ടീരിയ എന്താണ്, ഇറ്റ് ഈസ് ഫോംഡ് ദാറ്റ് ദ സ്പീഷീസ് ഓഫ് പെനിസിലിൻ കിൽഡ് ദ ബാക്ടീരിയ നിയർ ദം. അതായത് പെനിസിലിയം നൊട്ടേറ്റം ഗ്രോ ചെയ്തിട്ടുള്ള അതിനടുത്തുള്ള ബാക്ടീരിയാസ് ഒക്കെ ഡെഡ് ആയിരിക്കുന്നു. അപ്പൊ അതെന്താന്നുള്ളത് അദ്ദേഹം നോക്കിയപ്പോഴാണ് ഈ പെനിസിലിൻ നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ് പെനിസിലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പെനിസിലിന്റെ പ്രൊഡക്ഷൻ ആണ് ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ബാധിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് അദ്ദേഹം പെനിസിലിൻ നൊട്ടേറ്റത്തിൽ നിന്ന് പെനിസിലിനെ വേർതിരിച്ചെടുത്തത്. ഓക്കെ, അലക്സാണ്ടർ ഫ്ലമിംഗ് പെനിസിലിയം നൊട്ടേറ്റത്തിൽ നിന്ന് പെനിസിലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തവർ അല്ലെങ്കിൽ പെനിസിലിൻ കണ്ടുപിടിച്ചതുപോലെ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ സാൽമൺ വാക്സ്മാൻ ഫ്രം സ്ട്രെപ്റ്റോമൈസസ്. സ്ട്രെപ്റ്റോമൈസസിൽ നിന്ന് സ്ട്രെപ്റ്റോമൈസിൻ കണ്ടുപിടിച്ചത് ആരാണ്? സാൽമൺ വാക്സ്മാൻ. The 13th question is BCG vaccine introduced by dash. Options: Alexander Fleming, Louis Pasteur, Calmette and Guerin, and Paul Ehrlich. The answer is Calmette and Guerin. What is the full form of BCG? Bacillus calmette guerin. Question വരാറുണ്ട് കേട്ടോ. BCG യുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമറ്റെ ഗുവറിൻ. ഈ ബാസിലസ് കാൽമറ്റെ ഗുവറിൻ എന്ന വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കാൽമറ്റെ ഗുവറിൻ ആണ്. ഈ BCG വാക്സിൻ എന്തിനെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ട്യൂബർക്ലോസിസ്, TBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്സിൻ ആണ് ഏത്? BCG എന്ന് പറയുന്നത്. 14th question is who discovered the acid fast strain? നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ? ഓപ്ഷൻസ്: ക്രിസ്ത്യൻ ഗ്രാം, പോൾ എർലിക്, പാസ്റ്റർ ആൻഡ് റോബർട്ട് കോച്ച്. ആരാണ് ആസിഡ് ഫാസ്റ്റ് സ്ട്രെയിൻ ഡിസ്കവർ ചെയ്തത്? കണ്ടുപിടിച്ചത് ആരാ? ദ ആൻസർ ഈസ് പോൾ എർലിക്. പോൾ എർലിക്കിന്റെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞ സ്റ്റെയിൻസ് ആൻഡ് സ്റ്റെയിനിങ് ടെക്നിക്സ്. ഏത് സ്റ്റെയിനിങ് ടെക്നിക് ആണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഏതിനു വേണ്ടിയിട്ടായിരുന്നു? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. പിന്നെ പറഞ്ഞ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഏതായിരുന്നു? കീമോതെറാപ്പി. മറ്റൊന്ന് ഏതായിരുന്നു? ഇമ്മ്യൂണോളജിയിൽ എന്താണ് കൊണ്ടുവന്നത്? സിറം ടെക്നോളജി അല്ലേ? 15th question is cholera, vibrio and tubercle bacilli was discovered by dash. Options: Calmette Guerin, Robert Koch, Louis Pasteur and Paul Ehrlich. The answer is Robert Koch. ഇത്രയാണ് നമ്മുടെ ഡേ 1 പോർഷനിൽ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഇതെല്ലാം പഠിച്ച് തറവാക്കി വരിക. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡേ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.